ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ജോഗ്രഫിയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സോളാർ സിസ്റ്റം, സൺ, ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ് പോലുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മൂണിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ഒരേ ഒരു സാറ്റലൈറ്റ് ആണ്. എർത്തിൽ നിന്ന് 3,84,000 കിലോമീറ്റർ ദൂരെയാണ്. മൂൺ പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും മൂണിന് സെയിം ആണ്. അതുകൊണ്ട് മൂൺ ടൈഡലി ലോക്ക്ഡ് ആണെന്ന് പറയും. ടൈഡലി ലോക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂണിൻ്റെ ഒരു വശം മാത്രമാണ് എപ്പോഴും കാണുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ മൂണിനെ പറ്റി നോക്കിയിരുന്നു. ഇനി മൂണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫുൾ മൂൺ, ന്യൂ മൂൺ. എന്താണ് ഫുൾ മൂൺ, എന്താണ് ന്യൂ മൂൺ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഫുൾ മൂൺ? നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫുൾ മൂൺ മലയാളത്തിൽ നമ്മൾ പൗർണമി എന്ന് പറയും. അതായത് നമുക്ക് ദിവസവും ഓരോ ദിവസവും നമ്മൾ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മൂൺ ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല, ചില ദിവസം മൂണിനെ വലുതായി കാണാം, ചില ദിവസം മൂണിനെ കാണുവാനേ സാധിക്കില്ല. അതായത് നമുക്ക് ഒരു സൈക്കിളിൽ നമ്മൾ ചില പെർട്ടിക്കുലർ ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേയിൽ നമുക്ക് മൂണിനെ ഒരു വലിയ വട്ടമായിട്ട് കാണാൻ പറ്റും, അല്ലേ? മൂൺ ആസ് എ ഹ്യൂജ് സർക്കിൾ. ആ സർക്കിളായിട്ട് നമ്മൾ മൂണിനെ കാണുന്ന ദിവസമാണ് എന്ത്? ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഒരു വലിയ വട്ടമായി മൂണിൻ്റെ ഫുൾ സൈസിൽ നമ്മൾ കാണുന്ന ദിവസമാണ് എന്ത്? ഫുൾ മൂൺ. അപ്പോൾ മൂണിനെ നമ്മൾ കാണുന്നത്, സാധാരണ നമ്മൾ ഒരു വസ്തു കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മുന്നിലെ ചെയർ, ടേബിൾ, നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, ഇതൊക്കെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഈ ലാപ്ടോപ്പിലോ ഈ ഫോണിലോ വന്ന് വീഴുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ്. അപ്പോൾ മൂണിന് ബേസിക്കലി സ്വന്തമായിട്ട് ഒരു പ്രകാശമില്ല, അല്ലെങ്കിൽ സൂര്യനെ പോലെ സൺറൈസ് പോലെ ഒരു രശ്മികളൊന്നും മൂൺ ഉണ്ടാക്കുന്നില്ല. മൂണിന് ഈ വെളിച്ചം കിട്ടുന്ന എവിടെ നിന്നാ? സണ്ണിൻ്റെ ലൈറ്റ് മൂണിൽ വന്ന് വീണ് അത് റിഫ്ലക്റ്റഡ് ആയി എർത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മൂണിനെ കാണുന്നത്. ശ്രദ്ധിക്കുക, മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് എമിറ്റിംഗ് കേപ്പബിലിറ്റി ഇല്ല. സൺറൈസ് വന്നിട്ട് മൂണിൽ വീണ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ മൂണിനെ കാണുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് മൂണിനെ കംപ്ലീറ്റ് സർക്കിളായിട്ട് ഫുൾ സൈസിൽ കാണാൻ പറ്റും. അതിനെയാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് മൂണിനെ തീരെ കാണുവാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ന്യൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫുൾ മൂൺ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ന്യൂ മൂൺ ഉണ്ടാവുന്നത്, അത് നമുക്ക് നോക്കാം. ഫുൾ മൂൺ, ന്യൂ മൂൺ മാത്രമാണോ? ചില ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂണിനെ ഒരു ക്രസൻറ്റ് പോലെ കാണാൻ പറ്റും, അല്ലെ? ഒരു തേങ്ങാപ്പൂൾ പോലെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പോലെ തന്നെ എർത്തിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? മൂൺ റിവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതാണ് എർത്ത് സണ്ണിന് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ് എന്ന് വിചാരിക്കുക. സൺ നടുക്കുണ്ട്, ഇവിടെ എർത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എർത്തിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? വി ഹാവ് ദി മൂൺ റിവോൾവിങ് അറൌണ്ട് ദി എർത്ത്. ഇതാണ് മൂൺ എന്നും വിചാരിക്കുക. അപ്പോൾ ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കുലർ പൊസിഷൻസിൽ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫുൾ മൂണും ന്യൂ മൂണും ഉണ്ടാവുന്നത്. ഓക്കെ, സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻസ് മാറുമ്പോഴാണ് നമുക്ക് എന്ത്? ഫുൾ മൂണും ന്യൂ മൂണും അല്ലെങ്കിൽ ക്രസൻറ്റ് പോലെ മൂണിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. മൂൺ ഇവിടെയാണെന്ന് വിചാരിക്കൂ. ആ പോയിന്റ് ഞാൻ M1 എന്ന് മാർക്ക് ചെയ്തു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, സണ്ണും എർത്തും മൂണും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിടക്കുന്ന പോലെയല്ലേ കിടക്കുന്നത്? അല്ലെങ്കിൽ മൂൺ ഇവിടെയാണെന്ന് വിചാരിക്കൂ, ഞാൻ M2 എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെ നോക്കിയാലും എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ വന്നില്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സണ്ണും മൂണും എർത്തും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരും. അത് വേണമെങ്കിൽ സൺ മൂൺ എർത്ത് എന്നുള്ള ഓർഡറിലാവാം, അല്ലെങ്കിൽ സൺ എർത്ത് മൂൺ എന്നുള്ള ഓർഡറിലാവാം. അപ്പോൾ സണ്ണും എർത്തും മൂണും സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് ഫുൾ മൂണും ന്യൂ മൂണും സംഭവിക്കുന്നത്. അതെങ്ങനെ നോക്കാം. സപ്പോസ് സൺ ഇവിടെയുണ്ട്, ഇവിടെ മൂണുണ്ട്, ഇവിടെയാണ് എർത്ത്. ഓക്കെ, അതെങ്ങനെയാ? എർത്ത് ഇങ്ങനെ സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റ് ഇവിടെ, മൂൺ ഇങ്ങനെ എർത്തിന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ കറങ്ങി ഇങ്ങനെ ഒരു പൊസിഷനിലെത്തി. ഓക്കെ, സൺ, മൂൺ, എർത്ത് സ്ട്രെയിറ്റ് ലൈനിലാണ്. അവരിങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഞാനപ്പോൾ മൂണിനെ ഞാൻ ഇതാ ഇവിടെ മാർക്ക് ചെയ്യണം. മൂണിനെ ഇങ്ങനെ പകുതിയായി മുറിക്കുന്നു. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, മൂണിന് സ്വന്തമായി ലൈറ്റ് ഇല്ല. മൂൺ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സണ്ണിൻ്റെ ലൈറ്റ് വന്ന് മൂണിലേക്ക് വന്ന് വീഴുമ്പോൾ. അപ്പോൾ സണ്ണിനെ ഫേസ് ചെയ്യുന്ന മൂണിൻ്റെ സൈഡിലാണ് എപ്പോഴും വെളിച്ചം വീഴുക. ഏത് സൈഡോ, മൂണിൻ്റെ ഏത് സൈഡാണോ സണ്ണിനെ ഫേസ് ചെയ്യുന്നത്, അവിടെ ആയിരിക്കും വെളിച്ചം വീഴുക. അപ്പോൾ നോക്കുക, ഈ ഭാഗത്തായിരിക്കും വെളിച്ചം വീഴുക, ഇപ്പുറത്ത് വെളിച്ചം ഉണ്ടാവില്ല. അതായത് വെളിച്ചം വരാത്ത മൂണിൻ്റെ സൈഡിനെ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാണ്. ഓക്കെ, ഈ സൈഡിൽ വെളിച്ചം ഉണ്ടാവില്ല, കാരണം സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഇപ്പുറത്തെ സൈഡല്ലേ. ഇത് ഒരു കേസ് ഇവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ്? മൂണിൻ്റെ സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ് ഞാൻ വിട്ടിരിക്കുന്നു,
എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡ്, അതായത് സണ്ണിന്റെ വെളിച്ചം വീഴാത്ത സൈഡിനെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് നോക്കൂ. ദാ ഇവിടെ സൺ, ഇവിടെ എർത്ത്, ഇപ്പുറത്താണ് മൂൺ. മൂൺ വരുന്നത് ഈ സൈഡിലാണ്. ഓക്കെ, എർത്ത് ഓർബിറ്റ് ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ്, മൂൺ ഇങ്ങനെ എർത്ത് വിട്ട് ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, സൺ എർത്ത് മൂൺ. അപ്പോൾ ഇവിടെയും ഞാൻ ബേസിക്കലി സണ്ണിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡ്, വെളിച്ചം വരുന്ന സൈഡിനെ വിട്ടിട്ട് വെളിച്ചം വരാത്ത സൈഡിനെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കേസ് എടുത്തത്, ഒന്നാമത്തെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, സൺ മൂൺ എർത്ത് എന്നുള്ള ഓർഡറിലാണ്. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്, സൺ എർത്ത് മൂൺ എന്നുള്ള ഓർഡറിലാണ്. സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടില്ല, സൂര്യപ്രകാശം വീഴുന്ന സൈഡിനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കേസിൽ നോക്കൂ, എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡ് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അവിടേക്ക് സൂര്യപ്രകാശം എത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എർത്തിൽ നോക്കിയ മൂണിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, മൂണ് സ്വന്തമായി വെളിച്ചമില്ല, സൂര്യപ്രകാശം തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡിൽ നമുക്ക് വെളിച്ചം വരുന്നില്ല, മൂണിന്റെ സൈഡിൽ വെളിച്ചം വരുന്നില്ല, മൂണിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ മൂൺ. ഈ പൊസിഷൻ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ മൂൺ. നേരെ മറിച്ച് ഇപ്പുറത്ത് നോക്കൂ, സൺ എർത്ത് മൂൺ. എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡിൽ എന്താണ്, വെളിച്ചം വീഴുന്നുണ്ട്, അപ്പർ സൈഡിലാണ് വെളിച്ചമില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എർത്തിൽ നോക്കിയ മൂണിനെ കാണാൻ പറ്റില്ലേ? അപ്പോൾ ഇതിനെ നമ്മളെന്ന് പറയും ഫുൾ മൂൺ. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് മൂണിനെ വലിയ വട്ടമായി കാണാം. അപ്പോൾ ബേസിക്കലി ഈ രണ്ട് പൊസിഷൻസ് ആണ് ന്യൂ മൂണും ഫുൾ മൂണും. മൂൺ സണ്ണിന്റെയും എർത്തിന്റെയും നടുക്ക് വരുമ്പോൾ സൂര്യപ്രകാശം വരുന്ന സൈഡ് എർത്തിനെ ഫേസ് ചെയ്യാതെ വരും. അതായത് സൂര്യപ്രകാശം വീഴുന്ന മൂണിന്റെ സൈഡ് എർത്തിനെ ഫേസ് ചെയ്യാതെ വരും. അതിനപ്പം നമുക്ക് എർത്തിൽ നിന്ന് നോക്കിയാൽ മൂണിനെ കാണാനേ പറ്റില്ല. അതാണ് ന്യൂ മൂൺ. നേരെ മറിച്ച് സണ്ണും എർത്തും മൂണിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എർത്തിന്റെ അപ്പർ സൈഡിൽ, എർത്ത് സണ്ണും മൂണും എർത്തിന്റെ രണ്ട് വശങ്ങളിലായി വരുമ്പോൾ സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ് എർത്തിന് നേരെ വരുന്നു. അപ്പോൾ നമുക്ക് എർത്ത് നോക്കിയാൽ മൂണിനെ കംപ്ലീറ്റ് വട്ടമായി കാണാൻ പറ്റും. അതാണ് എന്ത്, ഫുൾ മൂൺ. നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കൂ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗറിൽ നോക്കൂ. ഓവർ ഹിയർ ഈ ഒരു പൊസിഷൻ നോക്കുക. ഈ കാണുന്ന യെല്ലോ സ്റ്റാർ, ഇതാണ് സൺ. ദെൻ ദിസ് ഈസ് എർത്ത്. അപ്പോൾ സൺ എർത്ത് നടുക്ക് മൂൺ വരുന്നു. അപ്പോൾ ഈ വൈറ്റ് പാച്ചുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വീഴുന്ന മൂണിന്റെ ഭാഗം. അത് എർത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എർത്തിന്റെ അവിടെ ബ്ലാക്ക് കളറാണ്. അതായത് എന്താ, എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡിൽ മൂണിൽ വെളിച്ചം വീഴുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു, ന്യൂ മൂൺ. നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ഇപ്പുറത്ത് നോക്കൂ, ഈ സൈഡിൽ നോക്കൂ. എർത്തിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡിൽ ബേസിക്കലി എന്താണ്, സൺലൈറ്റ് വീഴുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെയാണ് എർത്തിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡിൽ നോക്ക്, വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു, സൺലൈറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ എർത്തിൽ നോക്കി നമുക്ക് മൂണിനെ കാണാൻ പറ്റും. അതാണ് എന്ത്, ഫുൾ മൂൺ. അപ്പോൾ ന്യൂ മൂണിൽ നിന്നുള്ള ഫുൾ മൂണിലേക്കുള്ള സമയം, ന്യൂ മൂണിൽ മൂൺ തീരെ കാണാൻ പറ്റുന്നില്ല, ഫുൾ മൂണിൽ മൂണിനെ കംപ്ലീറ്റ്ലി കാണാം. അപ്പോൾ ഈ മൂൺ ഇങ്ങനെ എർത്തിന് ചുറ്റും കറങ്ങി വരും തോറും മൂൺ ഇത്തിരീശെ ചെറുതായി വിസിബിളായി വരുന്നു. അതാണ് നമുക്ക് എന്തായിട്ട് കാണുന്നത്, ഈ ചന്ദ്രക്കലയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ക്രസന്റ് പോലെ കാണാം. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് മൂണിന്റെ പകുതിയോളം കാണാം. ഇത് കാണുമ്പോൾ മൂണിന്റെ ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗവും കാണാം. ഇവിടെ എത്തുമ്പോഴേക്കും ഫുള്ളും കാണാം. വീണ്ടും കറങ്ങി വരുമ്പോൾ ചെറുതായി വരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ മൂൺ, ന്യൂ മൂൺ. ഒരു ഫുൾ മൂണും ഒരു ന്യൂ മൂണിനും ഇടയിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും? ഒരു ഫുൾ മൂണിനും ഒരു ന്യൂ മൂണിനിടയിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും അത് നമുക്ക് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ ഫുൾ മൂൺ ന്യൂ മൂൺ നമ്മൾ പൊസിഷൻസ് വരച്ചപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. നമുക്ക് സൺ ഇവിടെ ഉണ്ട്, വി ഹാവ് ദി സൺ ഓവർ ഹിയർ. കളർ മാറ്റാം അല്ലേ. സോ നമുക്ക് സൺ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സൺ ഓവർ ഹിയർ. നമുക്ക് നടുക്ക് ഇവിടെ എർത്തിനെ മാർക്ക് ചെയ്യാം. ഈ എർത്തിന് ചുറ്റും മൂൺ കറങ്ങുന്നതാണ് ബേസിക്കലി ഫുൾ മൂൺ, ന്യൂ മൂൺ അല്ലേ. മൂൺ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡിലേക്ക് വെളിച്ചം വരുന്നില്ല, അത് ന്യൂ മൂൺ ആണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ച് മൂൺ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എർത്തിനെ ഫേസ് ചെയ്യുന്ന സൈഡിലേക്ക് വെളിച്ചം വീഴുന്നുണ്ട്, ഇപ്പർ സൈഡിലേക്കാണ് വെളിച്ചം വരാത്തത്, അതിനെ നമ്മൾ ഫുൾ മൂൺ എന്ന് പറയും. ഓക്കെ, സോ മൂണിന്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എർത്തിന് ചുറ്റും കറങ്ങി വരാൻ മൂൺ എടുക്കുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞു, എത്രയാ, 27 ദിവസം, 27 days. ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ മൂണിന്റെ ആ റെവല്യൂഷന്റെ പകുതിയല്ലേ. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, അതിന്റെ പകുതിയല്ലേ ഇത്രയും വരുന്ന ഭാഗം. അപ്പോൾ റെവല്യൂഷൻ എടുക്കാൻ 27 days എടുക്കുന്നുണ്ടെങ്കിൽ ഈ പകുതി കറങ്ങാൻ 27ന്റെ പകുതി 13 നമ്മൾ കണക്കാക്കാത്തതുകൊണ്ട് നമ്മൾ 14 ദിവസം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഫുൾ മൂണും ഒരു ന്യൂ മൂണും തമ്മിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും? 14 days ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ഫുൾ മൂണും ഒരു ന്യൂ മൂണും തമ്മിൽ 14 days ഗ്യാപ്പ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഫുൾ മൂൺ
ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? മൂൺ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്നതുകൊണ്ട്. മൂൺ എർത്തിന് ചുറ്റും കറങ്ങാൻ എത്ര സമയം എടുക്കും? 27 ദിവസം. അപ്പോൾ ഈ മൂൺ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്തിൽ നിന്ന് എർത്ത് ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ എന്നുള്ള പൊസിഷനിലേക്ക് നീങ്ങുവാനായിട്ട് ആ റെവല്യൂഷന്റെ പകുതി സമയം എടുക്കും. പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 14 ദിവസം. അപ്പോൾ ഒരു ഫുൾ മൂൺ ന്യൂ മൂൺ നമ്മുടെ സമയത്തിന്റെ വ്യത്യാസം എത്രയാണ്? 14 ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫുൾ മൂൺ ന്യൂ മൂണിനെ പറ്റി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂണിന് സ്വന്തമായി വെളിച്ചമില്ല. സൺലൈറ്റ് വന്ന് മൂണിൽ വീണിട്ട് അത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ മൂണിനെ കാണുന്നത്. അപ്പോൾ എർത്തിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡിൽ വെളിച്ചം വീഴുന്നുണ്ടോ ഇല്ലയോ അതനുസരിച്ചിരിക്കും മൂണിന്റെ വിസിബിലിറ്റി. ചില കേസിൽ, അതായത് വെൻ മൂൺ ഇസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്തിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡിൽ സൺലൈറ്റ് വീഴില്ല, അതിന് നമ്മൾ ന്യൂ മൂൺ എന്ന് പറയും. നേരെ മറിച്ച് വെൻ എർത്ത് ഈസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് സൺ, അതായത് അപ്പോൾ എർത്തിനെ ഫേസ് ചെയ്യുന്ന മൂണിന്റെ സൈഡിൽ വെളിച്ചം വീഴും, അതിനെ നമ്മൾ ഫുൾ മൂൺ എന്ന് പറയും. അപ്പോൾ അത് എടുക്കുന്ന സമയം, അതിന് വേണ്ടി അത് എടുക്കുന്ന സമയം എത്രയാണ്? 14 days. അപ്പോൾ ഇതാണ് ഫുൾ മൂൺ ന്യൂ മൂൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഫുൾ മൂൺ ന്യൂ മൂൺ എന്നുള്ള കോൺസെപ്റ്റിനൊപ്പം തന്നെ ചെറിയ 1-2 കാര്യം കൂടി പറഞ്ഞോട്ടെ. 1-2 ടേംസ് ഇതുമായി ബന്ധപ്പെട്ട്. അതിലൊന്നാണ് പെരിഹീലിയൻ ആൻഡ് അപ്പിഹീലിയൻ. ഓക്കെ, പെരിഹീലിയൻ ആൻഡ് അപ്പിഹീലിയൻ. എന്താണ് പെരിഹീലിയൻ, എന്താണ് അപ്പിഹീലിയൻ? ഐ വിൽ സിംപ്ലി എക്സ്പ്ലെയിൻ. ഓക്കെ, വി നോ ദാറ്റ് എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. എർത്ത് സൂര്യൻ ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. എർത്ത് സൂര്യൻ ചുറ്റും വലം വയ്ക്കുന്ന ആ ഒരു പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്, അല്ലെ? എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ആ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ആ ഓർബിറ്റിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ എർത്ത് റിവോൾവ് ചെയ്യുന്നത് സർക്കുലാർ ഓർബിറ്റ് അല്ല. എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഓക്കെ, സൂര്യന് ചുറ്റും കറങ്ങുന്ന എർത്തിന്റെ ഓർബിറ്റിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് സർക്കിൾ. ഇങ്ങനെ വലിച്ചു നീട്ടിയ സർക്കിൾ പോലെ ഉണ്ടാവും. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് മാർക്ക് ചെയ്താൽ കിട്ടുന്നതാണ് സർക്കിൾ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് വരച്ചാലും സെയിം ദൂരമായിരിക്കും. പക്ഷേ എലിപ്സിന് അങ്ങനെയാണോ? അല്ല. അപ്പോൾ നടുക്ക് സൺ നിൽക്കുന്നു. ഞാൻ എർത്തിന്റെ 2 പൊസിഷൻസ് വരയ്ക്കാം. ഇത് എർത്ത്, ഇവിടെയും എർത്ത് റിവോൾവ് ചെയ്യാണല്ലോ. അപ്പോൾ 2 പൊസിഷൻസ് വരച്ചു. ഒരു പൊസിഷനിലേക്ക് നോക്കുമ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം വളരെ കുറവ്. മറ്റൊരു പൊസിഷനിലേക്ക് നോക്കുമ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം വളരെ കൂടുതൽ. എർത്ത് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ വലം വയ്ക്കുന്നത് കൊണ്ട് തന്നെ എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ആ എലിപ്സിന്റെ ഷേപ്പ് കാരണം ചിലപ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം മിനിമം ആയിരിക്കും, ചിലപ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം മാക്സിമം ആയിരിക്കും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വെൻ എർത്ത് ഈസ് അറ്റ് ദി ക്ലോസസ്റ്റ് പോയിന്റ് ടു ദി സൺ, എർത്ത് സണ്ണിനോട് ഏറ്റവും അടുത്ത പോയിന്റിൽ നിൽക്കുമ്പോൾ ആ പൊസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. അപ്പോൾ എന്താണ് പെരിഹീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എർത്തും സണ്ണും നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് കീപ്സ് ഓൺ ചേഞ്ചിങ്. സോ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഈസ് മിനിമം ഓർ വെൻ എർത്ത് ഈസ് അറ്റ് ദി ക്ലോസസ്റ്റ് പോയിന്റ് ടു ദി സൺ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിഹീലിയൻ. നേരെ മറിച്ച് എർത്ത് കറങ്ങി വെൻ എർത്ത് ഈസ് അറ്റ് ദി ഫാർദസ്റ്റ് പോയിന്റ് അവേ ഫ്രം ദി സൺ, അതായത് എർത്തും സണ്ണും നമ്മൾ ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമം ആയി നിൽക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പിഹീലിയൻ. ഓക്കെ, മനസ്സിലാക്കുക. എർത്ത് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. അതായത് ഒരു എലിപ്സിന്റെ ഷേപ്പാണ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലോങ്ങേറ്റഡ് സർക്കിൾ. അതുകൊണ്ട് എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം ഒരേപോലെയല്ല. സർക്കിൾ ആണെങ്കിൽ എപ്പോഴും ഒരേപോലെ സെയിം ഡിസ്റ്റൻസ് ആയാനെ, ഈക്വൽ ഡിസ്റ്റൻസ് ആയാനെ, ഏത് സമയം എർത്തും സൂര്യൻ തമ്മിൽ ഡിസ്റ്റൻസ് സെയിം ആയാനെ. പക്ഷേ ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് എർത്തും സണ്ണും തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് എർത്തും സണ്ണും തമ്മിൽ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിഹീലിയൻ. അത് മാക്സിമം ആവുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പിഹീലിയൻ. നോക്കുക, ഈ ഒരു ഫിഗർ നോക്കാം. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പർട്ടിക്കുലർ ഫിഗർ, നോക്കുക, പെരിഹീലിയൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുമ്പോൾ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെറും കിലോമീറ്റേഴ്സ് നോക്കാം, 147.1 മില്യൺ കിലോമീറ്റർ ആണ്. അതായത് പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കുന്നത് എത്രയാ? 147.1 മില്യൺ കിലോമീറ്റർ. നേരെ മറിച്ച് എപ്പിഹീലിയനിൽ നിൽക്കുമ്പോൾ, അതായത് വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഈസ് മാക്സിമം, അത് എത്രയാണ്? 152.1 മില്യൺ കിലോമീറ്റർ. അപ്പോൾ ഏകദേശം 5 മില്യൺ കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് പെരിഹീലിയൻ അപ്പിഹീലിയൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, പെരിഹീലിയൻ വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഈസ് മിനിമം ഓർ എർത്ത് ഈസ് അറ്റ് ദി ക്ലോസസ്റ്റ് പോയിന്റ് ടു ദി സൺ, എത്രയാ? 147.1 കിലോമീറ്റർ.
എപ്പിഹീലിയൻ when distance between earth and sun is maximum or earth is at the farthest point away from the sun, അതാണ് എന്ത്, എപ്പിഹീലിയൻ. പെരിഹീലിയൻ യൂഷ്വലി സംഭവിക്കുക ജാനുവരി മന്ത്സിലാണ്, എപ്പിഹീലിയൻ യൂഷ്വലി സംഭവിക്കുക ജൂലൈ മന്ത്സിലാണ്. പെരിഹീലിയൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ജാനുവരി, എപ്പിഹീലിയൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ജൂലൈ മന്ത്സ്. അപ്പോൾ ഇതാണ് പെരിഹീലിയൻ എപ്പിഹീലിയൻ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എർത്തിന്റെ ഓർബിറ്റ് സർക്കുലർ അല്ല, നേരെ മറിച്ച് എന്താണ്, എലിപ്റ്റിക്കൽ ആയതുകൊണ്ട്. ഈ പെരിഹീലിയൻ അപ്പിഹീലിയൻ പോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് എന്ത്, പെരിജി ആൻഡ് അപ്പിജി. ഓക്കെ, പെരിജി ആൻഡ് അപ്പോജി എന്ന് പറയുന്നത്. സോ വിൽ സീ റിഗാർഡിംഗ് പെരിജി ആൻഡ് അപ്പോജി. ഓക്കെ, പെരിജി അപ്പോജി എന്ന് പറയുന്നത് എർത്തിന്റെയും സണ്ണിന്റെയും കേസ് നമ്മൾ പറഞ്ഞു, പെരിഹീലിയൻ അപ്പിഹീലിയൻ. ഇത് എർത്തിന്റെയും മൂണിന്റെയും കേസ്. കോൺസെപ്റ്റ് സെയിം തന്നെ, പക്ഷേ അവിടുത്തെ പ്ലേയേഴ്സ് എർത്തും സണ്ണും ആണെങ്കിൽ ഇവിടുത്തെ പ്ലേയേഴ്സ് എർത്തും മൂണാണ്. അതായത് മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതും എന്താണ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ഓക്കെ, ഇത് എർത്ത്, ഇത് മൂൺ. മൂണും എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ഈസ് മിനിമം, അതായത് മൂൺ എർത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിജി. വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ഈസ് മാക്സിമം, എർത്തും മൂണും തമ്മിലുള്ള ദൂരം മാക്സിമം ആവുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പോജി. സെയിം കോൺസെപ്റ്റ്, പെരിഹീലിയൻ എപ്പിഹീലിയൻ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ, പക്ഷെ അവിടെ എർത്തും സണ്ണും ആണെങ്കിൽ ഇവിടെ എർത്തും മൂണുമാണ്. എർത്തും മൂണും ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മൾ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുമ്പോൾ പെരിജി എന്ന് പറയും, അവർ നമ്മൾ ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമം ആവുമ്പോൾ അപ്പോജി എന്ന് പറയും. നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് നോക്കാം. നോക്കൂ, പെരിജിയുടെ സമയത്ത് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്ക്, 2,25,000 മൈൽസ്. നേരെ മറിച്ച് എപ്പോജി ആണെങ്കിൽ 2,51,000 മൈൽസ്. ഈ വാല്യൂ ഒന്നും കാണാതെ പഠിക്കേണ്ട, പക്ഷേ ഇതാണ് പെരിജി, ഇതാണ് എപ്പോജി, ഇതാണ് പെരിഹീലിയൻ, ഇതാണ് എപ്പിഹീലിയൻ എന്ന് മനസ്സിലാക്കി വെക്കണം. പെരി എന്നുള്ള വാക്കാണ് വരുന്നെങ്കിൽ അടുത്ത്, എപ്പി എന്നുള്ള വാക്കാണ് വരുന്നെങ്കിൽ ദൂരെ, ഹീലിയൻ ആണെങ്കിൽ എർത്തും സണ്ണും, ജി ആണെങ്കിൽ എർത്തും മൂണും. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക റിഗാർഡിംഗ് പെരിഹീലിയൻ, എപ്പിഹീലിയൻ, പെരിജി ആൻഡ് എപ്പോജി. സോ ഇത്രയും ഡീറ്റെയിൽസ് മതി ഈ ഒരു എപ്പിസോഡിൽ. നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.